അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് റീഡിംഗ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുത്ത ബന്ധമല്ല. ഇത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചൊരു ബന്ധമാണ്. ഇവിടെ നിങ്ങൾക്ക് പലർക്കും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ഇവിടെ നിങ്ങളൊരു എഗ്രിമെൻ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി പല തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സോള്, നമ്മളുടെ ഈ ഒരു ശരീരം മാത്രമാണ് ഇല്ലാതായി പോകുന്നത്. നമ്മളുടെ സോൾ എന്ന് പറയുന്നത് ജന്മാന്തരങ്ങളായിട്ട് നമ്മളെ സോള് തന്നെയാണ് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടണമെന്നും കണ്ടുമുട്ടിയിട്ട് ഇത്രത്തെ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ചെയ്ത് തീർക്കണമെന്നുമുള്ള ഒരു കോൺട്രാക്റ്റിലാണ് നിങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ആ സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അറ്റ് ദ എൻഡ് വരയ്ക്കും നിൽക്കുന്ന സോൾ കോൺട്രാക്റ്റും ആവാം. ഇവിടെ പലർക്കും സോൾ കോൺട്രാക്റ്റിലായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ സോള് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനനം എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു വ്യക്തിയുമായി കണ്ടുമുട്ടി ഇത്ര കോൺട്രാക്റ്റ്, ഇത്ര കാര്യങ്ങൾ, കർമ്മങ്ങൾ ചെയ്ത് തീർത്തോളാം എന്നുള്ളൊരു സോൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടാണ് ഡിവൈന് മുമ്പിൽ സൈൻ ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ വ്യക്തിയായിട്ട് തോന്നുന്നത്. മറ്റുള്ള റിലേഷൻഷിപ്പിലേക്കൊന്നും നിങ്ങൾ മുമ്പ് പല റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പെയിൻഫുള്ളായിട്ട് ഇപ്പോൾ അവരില്ലെങ്കിൽ നിങ്ങളില്ല എന്നുള്ളൊരു മട്ടിലുള്ളൊരു ഫീലിങ്സ് ഒന്നും നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഇതൊരു സോള്, നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ഒരു സോള് തന്നെയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. ആ ഒരു പേഴ്സണും തിരിച്ചങ്ങനെ തന്നെയാണ്. ആ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല ട്രൂത്തുകൾ, അതായത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് പല സത്യാവസ്ഥകളും ഈ ഒരു ബന്ധത്തിലുണ്ട് എന്നുള്ളത്. പക്ഷെ നിങ്ങളത്രയ്ക്കുമുള്ളൊരു അറിവ് അവർക്ക് പല കാര്യങ്ങളിൽ ഉണ്ടായിരിക്കില്ല. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അത്ര എന്താ പറയുക എളുപ്പമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല. മറക്കാനാണെങ്കിലും മുന്നോട്ട് പോകാനാണെങ്കിലും, മുന്നോട്ട് പോകുമ്പോഴും വളരെയധികം എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞിട്ടുള്ളതായിരിക്കും. എന്നാൽ പോലും നിങ്ങൾക്ക് എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് വിട്ടുമാറാനുള്ളൊരു ശക്തി നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവില്ല. ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസ് കൊണ്ടുവരാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ശരിക്കും ആ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ? നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സ്നേഹവും കെയറിങ് ഒക്കെ കൊടുത്തത്, അത് പോകെ കുറഞ്ഞു പിന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലും അധികവും പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, ചെറിയ പ്രശ്നങ്ങൾ മുതൽ വലിയ പ്രോബ്ലംസിൽ എത്തി നിൽക്കുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരെ ആയിത്തീരുന്നു. അത് ആയത് മുതൽ ഈ ഒരു വ്യക്തി മനഃപൂർവ്വം നിങ്ങളെ അവോയ്ഡ് ചെയ്ത് തുടങ്ങി എന്നാണ് ഇവിടെ കാണുന്നത്. അവോയ്ഡൻസ് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും അത് എന്താ പറയുക ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവരുത് ലൈഫിൽ. അതായത് ലൈഫിൽ എന്നല്ല, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അത്തരത്തിലുള്ളൊരു പ്രോബ്ലംസ് വരുത്തണ്ട എന്നുള്ളൊരു മൈൻഡിലാണ് അദ്ദേഹം ഇപ്പോൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ശരിക്കും മനഃപൂർവ്വം തന്നെ അവോയ്ഡ് ചെയ്യുന്നതാണ്. ഒരുപാട് കോൺഫ്ലിക്ട്സുകളുണ്ട് അവർക്ക്, മെൻ്റലി ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളിൽ നിന്നും അകലുന്തോറും അവരെ എന്തോ പിടിച്ചടുപ്പിക്കുന്ന പോലെ ഒരു ടൈപ്പ് ഓഫ് ഫീലിങ്സ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും എന്താ പറയുക നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അവർ എത്രമാത്രം പ്യുവർ ആയിരുന്നോ, അവരെത്രമാത്രം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നോ, ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ പ്യുവർനെസ്സിൽ ആ ഒരു ഇതിൽ അവർക്ക് കിട്ടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കുള്ളൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നുണ്ട്, പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. അത് കൂടുതലും നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ അവരിൽ വെക്കുന്നുണ്ട്. ആ ഒരു എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ അവരത് കുറേയൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഇതായിരിക്കും അവരുടെ രീതിയിലുള്ള അതിൻ്റെ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എപ്പോഴും അവരുടെ തോട്ട്സിൽ നിങ്ങളുണ്ട്. കാരണം തോട്ട്സ് എന്നൊരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. തോട്ട്സിൽ അവർക്കൊരു തോട്ട്സ് ഉണ്ട്, അതിൽ എപ്പോഴും വരുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ്. ഇവിടെ ബാലൻസ് ജസ്റ്റിസ് ആണ്. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെ എപ്പോഴെപ്പോഴും ഒരു
അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് ഭയങ്കര പ്യുവർ ആയിട്ടാണ്. അവരുടെ ഒരു സന്തോഷം, അവർക്ക് ഒരു സന്തോഷമായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങൾക്കും വളരെയധികം സന്തോഷം നിറഞ്ഞൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വിഷമം തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് ഇട്ടിട്ട് പോകാനും പറ്റുന്നില്ല, എന്നാൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റാത്ത ഒരവസ്ഥ. അത് തന്നെയാണ് ആ ഒരു വ്യക്തിക്കും. ഇട്ടിട്ട് പോകാനും പറ്റുന്നില്ല, മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ. ഒരുപാട് തോട്ട്സുകൾ, കോൺഫ്ലിക്ട്സുകൾ ഉണ്ട്. മെൻ്റലി കോൺഫ്ലിക്ട്സ് ആണ്. അവർക്ക് അവരുടെ കരിയറിൽ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത പോലെ ഇതിൽ കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൈൻഡിൽ ഒരുപാട് ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും കോൺഫ്ലിക്ട്സ് ആയിട്ട് എന്താ പറയുക, ഇതെങ്ങനെ പുഷപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. വളരെ ഈസി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് തോന്നുന്നില്ല ഇത്. വളരെയധികം മൈൻഡിനെ ട്രിഗറിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ നിന്നും വിട്ടു പിരിയാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഇത്തരത്തിൽ മുന്നോട്ട് പ്രോബ്ലംസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല. അതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്ന് ഈ വ്യക്തി സത്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ പറയുക, മനഃപൂർവ്വം തന്നെ ഇവിടെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ, ഡിസിഷൻ എടുക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. തൽക്കാലത്തേക്ക് അവർ ഒരു ഡിറ്റാച്ച്മെൻറ്റ്, അതായത് ഇത്രയും നാൾ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാം എന്നുള്ളൊരു ഡിസിഷനിലാണ് അവരിപ്പോൾ തൽക്കാലം. കാരണം ഇതിലൊരു ബാലൻസ് കൊണ്ടുവരണമെങ്കിൽ കുറച്ചൊന്നൊരു അകന്ന് നിന്നേക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവരിപ്പോൾ എന്താ പറയുക, പല കാര്യങ്ങളിലും യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കണ്ടുമുട്ടുന്നതിലും നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആൾ പഠിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ ആളുടെ മൈൻഡ് പറയുന്നത്. സ്വന്തം എന്താണ്, അതായത് ഞാൻ എന്താണോ അത് തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അത് തന്നെയാണ് അവരും. കുറേയൊക്കെ അങ്ങനെയൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. നിങ്ങളുടെ ഭാഗം ഇപ്പോൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഹയർ സെൽഫ് കുറേ പേർക്ക്, ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് പേർക്ക് ഹയർ സെൽഫ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരിക്കും. പല കാര്യങ്ങളും നിങ്ങൾ അറിയാതെ അറിയുന്നുണ്ടാവും. അവരെ കാര്യങ്ങൾ തന്നെ നിങ്ങൾ തന്നെ സ്വപ്നത്തിൽ കൂടെ ആണെങ്കിലോ അവർക്ക് എന്തെങ്കിലും ഒരു ഒത്തിരി പ്രശ്നങ്ങൾ വരികയാണെങ്കിലും നിങ്ങൾക്കത് മൈൻഡിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അവർക്കും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങളിപ്പോൾ എത്രത്തോളം ആലോചിക്കുന്നുണ്ടോ അവരെക്കുറിച്ച്, അതേ ഒരു റിഫ്ലക്ഷൻ അവർക്ക് അവിടെ കിട്ടുന്നുണ്ട് എന്നാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളെ നന്നായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആയിട്ടല്ല പോകേണ്ടത്. നമ്മൾ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം. ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു പ്രോബ്ലംസ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലിപ്പിരിയേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്കൊരു ഒന്ന് മാറി നിൽക്കാം എന്നുള്ളൊരു തോട്ട്സിലാണ് ഇതിൽ എല്ലാവർക്കും എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും അങ്ങനെ ഒരു തോട്ടിലാണ് അവർ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നത്.